അസ്സലാമു അലൈക്കും. വെൽക്കം ടു Shainus Dot Com. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് കൊണ്ട് വിപ്പിംഗ് ക്രീം ഇല്ലാതെ തന്നെ നമുക്കൊരു ക്രീം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഇതുപോലൊരു വലിയ ബീറ്റ്റൂട്ട് തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. ഇത് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്കിട്ട് അതിൻ്റെ ഒപ്പം നിൽക്കുന്ന വിധത്തിൽ, കൂടുതൽ വേണ്ട, ഒപ്പം നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കണം, വെള്ളം ഫുള്ളായിട്ട് വറ്റിപ്പോകരുത്. ഇപ്പോൾ ഞാനത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റോളം സിമ്മിലിട്ട് വേവിച്ചെടുത്തിരിക്കുന്നതാണ്. ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ ഇത് നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ വെള്ളം. ഇതിനെ നമുക്ക് അരച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മളിതൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒരു 3/4 കപ്പ് പഞ്ചസാര, 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര അല്ല, പൊടിക്കാത്ത പഞ്ചസാര ഇതിൻ്റെ കൂടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ മധുരത്തിന് വേണ്ട പഞ്ചസാര നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെ കൂടെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കൂടെ ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനുവേണ്ടി 1 കപ്പ് മൈദ, അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ, ഒരല്പം ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കിതിന് വേണ്ടി മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. 2 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ മധുരം ബീറ്റ്റൂട്ടിൻ്റെ കൂടെ ചേർത്തത് കൊണ്ട് ഇതിനകത്തോട്ട് നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ വനില എസൻസ് ആണ്. വനില എസൻസ് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് ബീറ്റ് ചെയ്യണം. സൺഫ്ലവർ ഓയിൽ ചേർത്തതിന് ശേഷം അധിക സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ടിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് പാത്രം ചെറുതായതുകൊണ്ട് ഇനി നമുക്ക് മാവ് ഇതിനകത്തോട്ട് ഇടാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാനതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ബീറ്റ്റൂട്ട് നന്നായിട്ട് ഇതിനകത്തോട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. ബീറ്റർ വെച്ച് ചെയ്യണമെന്നില്ല, നമ്മൾക്കൊരു സ്പാച്ചിലയോ എന്തെങ്കിലും വെച്ച് ഫോൾഡ് ചെയ്ത് എടുത്താലും മതി. അല്ലാതെ നമ്മൾ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ അധിക സമയം ബീറ്റ് ചെയ്യരുത്, ചെറിയ സ്പീഡിൽ പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ തടവണമെന്നില്ല, നമുക്ക് വെറുതെ ബട്ടർ പേപ്പർ മാത്രം വെച്ചാൽ മതി. അപ്പോൾ അതിലേക്ക് നമ്മളിത് കേക്കിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഉള്ളിൽ എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാനാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് കേക്ക് വേവിക്കാനുള്ള പാത്രം നമ്മൾ നേരത്തെ നന്നായിട്ട് ചൂടാക്കി വെക്കണം. അപ്പോൾ നേരത്തെ ചൂടാക്കി വെച്ച പാത്രത്തിലേക്ക് നമ്മൾ ഈ കേക്ക് ടിന് ഇറക്കി വെച്ച് അടച്ച് വെച്ച് ആദ്യം ഒരു 3 മിനിറ്റ് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ സിമ്മിലാക്കിയിട്ട് ഒരു ഏകദേശം ഒരു 30 മിനിറ്റോളം നമുക്ക് സിമ്മിലിട്ട് അടച്ച് വേവിക്കാം. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കുത്തി നോക്കിയാൽ മതി. റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റും കൂടെ നമുക്ക് സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ ക്രീം റെഡിയാക്കാം. 1 മുട്ടയുടെ വെള്ള മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ കേക്കിന് വേണ്ട ക്രീം റെഡിയാക്കുന്നത്. ഞാനൊരു പാത്രത്തിലേക്ക് 4 സ്പൂൺ പഞ്ചസാര ഒഴിച്ച് 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചൂടാക്കിയെടുക്കണം. ഇനി പഞ്ചസാര നമുക്ക് മുട്ടയിൽ നേരിട്ട് ചേർത്ത് ബീറ്റ് ചെയ്താലും മതി. ഇങ്ങനെ ആകുമ്പോൾ പഞ്ചസാര നന്നായിട്ട് കലങ്ങി കിട്ടും. ഇതിൻ്റെ ഒരു പരുവം എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കുറച്ച് നൂൽ പരുവത്തിലേക്ക്, നല്ല കട്ടിയാവണ്ട, ഒരു നൂൽ പരുവമായിട്ട് വരുമ്പോൾ അതാണ് ഇതിൻ്റെ പാകം. അതേ സമയത്ത് തന്നെ മറ്റേ സ്റ്റൗവിൽ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെക്കണം. ഇനി ആ വെള്ളം ചൂടാവുന്ന സമയം കൊണ്ട് നമ്മൾ ഒരു പാത്രത്തിൽ 1 മുട്ടയുടെ വെള്ളം മാത്രം എടുത്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രവും ബീറ്ററും നല്ല ക്ലീൻ ആയിരിക്കണം. അതിനകത്ത് ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ മുട്ട പതഞ്ഞു വരില്ല. ഇതുപോലെ ഒട്ടും വെള്ളം ഇല്ലാതെ ബീറ്ററും പാത്രവും നല്ല ക്ലീൻ ആയിരിക്കണം. അപ്പോൾ അതിലേക്ക് നമ്മളൊരു മുട്ടയുടെ വെള്ളം മാത്രം പൊട്ടിച്ചൊഴിച്ച് നന്നാക്കി ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്.
അതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ബീറ്റ് ചെയ്യണം. എന്നിട്ട് ഈ പാത്രം നേരത്തെ തിളച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിൻ്റെ മുകളിലോട്ട് ഇറക്കി വെക്കണം. വെള്ളത്തിൽ തട്ടരുത്. വെള്ളത്തിൽ തട്ടാതെ ആ പാത്രത്തിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ വേണം തിളയ്ക്കാനുള്ള വെള്ളം വെക്കേണ്ടത്. ചൂടായിട്ടുള്ള ആ ഒരു പഞ്ചസാര പാനിയും കൂടെ ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. സ്റ്റൗ സിമ്മിലാവാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബീറ്റർ നിർത്താതെ ബീറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ക്രീം കിട്ടും. ഒരു മുട്ടയുടെ വെള്ളയിൽ നിന്നാണ് ഇത്രയും ക്രീം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ബീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിർത്താതെ വേണം ബീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ മുട്ട വെന്ത് കഷ്ണം പോലെ ആയിപ്പോവും. ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇല്ലാതെ ഒരു മുട്ടയുടെ വെള്ള മാത്രം വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കാം. കേക്കിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള കേക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ 2 ലെയറോ 3 ലെയറോ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ലെയറായിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. ഇനി നമുക്കൊരു ടേൺ ടേബിളിലോട്ട് ഇപ്പം ക്രീം എടുത്ത് തേച്ചതിന് ശേഷം കേക്ക് വെക്കുകയാണെങ്കിൽ കേക്ക് അവിടെ ഒട്ടിക്കിടന്നോളും. പാലിൽ പഞ്ചസാര കലക്കിയത് നമുക്ക് കേക്കിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പാല് തന്നെ വേണം നിർബന്ധമില്ല. നമുക്ക് വെള്ളത്തിൽ പഞ്ചസാര പാനി ഉണ്ടാക്കിയിട്ട് സാധാരണ ചെയ്യുന്ന പോലെ അങ്ങനെയും ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മറ്റേ ലെയർ കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ബാക്കി ക്രീമും കൂടെ മുഴുവൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ബാക്കി വന്ന ക്രീമിലേക്ക് നേരത്തെ മാറ്റി വെച്ച ബീറ്റ്റൂട്ടിൻ്റെ മിക്സ് ചേർത്ത് നമുക്കൊരു കളറ് ക്രീം ഉണ്ടാക്കാം. പിങ്ക് കളറ് ക്രീം റെഡിയാക്കാം. ഇത് നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലോട്ട് വീണ്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ബാക്കി വന്ന മിക്സ് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലിട്ടിട്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഡിസൈൻ ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ബീറ്റ്റൂട്ട് കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.